സ്പോട്ട് ലൈവിന് പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് ഓർക്കാട്ടേരിയിൽ ഭർത്താവിന്റെ വീട്ടില് ഷപ്ന എന്ന യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തില് ഭർത്താവിന്റെ അമ്മ നഫീസയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. കോഴിക്കോട് നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. നഫീസയുടെ സഹോദരൻ ഖനീഫിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇരുവരും ഷപ്നയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി ആരോപണം ഉയർന്നിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, നമ്മൾ അതിന്റെ ദൃശ്യങ്ങളിൽ അടക്കം കണ്ടതാണ്. അതായത് CCTV ദൃശ്യങ്ങൾ. ഈ യുവതി മരിച്ചതിന് ശേഷം നിരവധി ദൃശ്യങ്ങൾ അവർ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഈ ഭർത്തൃമാതാവിന്റെ സഹോദരൻ ഈ യുവതിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കമുണ്ട്. അതിൽ പ്രധാനമായും ഈ ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയും സഹോദരിക്കെതിരെയും പരാതികളും ആരോപണവും ഉണ്ട്. ഇപ്പോൾ നിലവില് ഈ ഭർത്താവിന്റെ അമ്മയെ മാത്രമാണോ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്? നിലവിൽ ഇന്ന് ആണ് അമ്മയെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം വിശദമായി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി നവീസയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇതോടെ കേസിൽ അറസ്റ്റിലായ ആളുകളുടെ എണ്ണം 2ആയി മാറിയിരിക്കുന്നു. നേരത്തെ ഈ അറസ്റ്റിലായ നബീസയുടെ സഹോദരൻ, അതായത് ഈ മരിച്ച ഷബ്നയുടെ ഭർത്താവിന്റെ മാതൃ സഹോദരനായ ഖനീഫയെ അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ സഹോദരിയെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഷബ്നയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ ക്രൂരതകൾ അല്ലെങ്കിൽ പീഡനങ്ങൾ നടത്തിയത് ഈ അമ്മായിയമ്മയും ഈ അമ്മാവനും ചേർന്ന് ആണ് എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നത്. ഇത് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഒപ്പം നിരവധി തവണ ഭർത്താവുമായും ബന്ധുക്കളുമായും നടത്തിയ വാട്സാപ്പ് ചാറ്റിലും മറ്റു ടെലിഫോൺ സംഭാഷണങ്ങളിലുമെല്ലാം ഇത്തരത്തിൽ അമ്മ നബീസയുടെ ഭാഗത്തു നിന്നും വലിയ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ താൻ ഏൽക്കുന്നുവെന്നിവർ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സഹോദരനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് നബീസയ്ക്കുള്ള തെരച്ചിൽ ഊർജിതമാക്കുകയും ഇന്ന് അവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. നേരത്തെ ആദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തതും ഈ ഹനീഫയായിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു ഊർജിതമായ നീക്കങ്ങൾ ഉണ്ടാകുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. കാരണം ഈ ഹനീഫ അറസ്റ്റിലായി ദിവസങ്ങളായിട്ടും മറ്റു ബന്ധുക്കളിലേക്ക് പോലീസ് അന്വേഷണം എത്തിയിരുന്നില്ല. ഈ യുവതിയുടെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ആരോപണമുണ്ടോ? കാരണം ഈ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു സമീപനം, അവർക്ക് ഒളിവിൽ പോകാനുള്ള ഒരു സാഹചര്യം പോലും പോലീസ് ഒരുക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണം നേരത്തെ പുറത്തു വന്നിരുന്നു. നിലവിൽ ആരെയൊക്കെയാണ് ഈ കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത്? ഈ യുവതിയുടെ ബന്ധുക്കളുടെ ആരോപണം അനുസരിച്ച് ആർക്കെതിരെയൊക്കെയാണ് അവർ പരാതി ഉന്നയിച്ചിരിക്കുന്നത്? ടോമോ, യുവതിയുടെ മരണത്തിന് പിന്നാലെ വലിയ ഗൗരവത്തിലുള്ളൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിൽ ഉണ്ടായില്ല എന്നാണ് നാട്ടുകാരും ഈ മരിച്ച യുവതിയുടെ ബന്ധുക്കളുമൊക്കെ പറയുന്നത്. ഈ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടുകൂടിയാണ് ആ കേസിൽ കുറച്ചുകൂടി ഊർജിതമായൊരു നടപടിക്ക് പോലീസ് തയ്യാറായത്. ആ ഘട്ടത്തിലും ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഖനീഫയെ മാത്രം, മരിച്ച ഷബ്നയുടെ ഭർത്താവിന്റെ അമ്മാവനായ ഖനീഫയെ മാത്രമാണ് പ്രതി ചേർക്കാൻ തയ്യാറാവുകയും ചെയ്ത് ഇതേ തുടർന്ന് വലിയ ജനകീയ പ്രതിഷേധം ശക്തമായി കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും എതിർപ്പുയർന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭർതൃപിതാവായ മഹദൂദ് ഹാജി, ഭാര്യ നബീസ, സഹോദരി ഹഫ്സത്ത് എന്നിവരെ പ്രതി ചേർത്ത്, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഈ മരിച്ച ഷബ്നയുടെ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്ന ഭർത്താവിന്റെ പിതാവ്, മാതാവ്, സഹോദരി, അമ്മാവൻ എന്നിവരെയൊക്കെ പ്രതി ചേർക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇതിൽ ആദ്യം തന്നെ വലിയ എതിർപ്പ് പ്രകടമായ സാഹചര്യത്തിൽ അമ്മാവനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ആ അവരുടെ സഹോദരിയും ഈ ഭാര്യ മാതാവിനെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇനിയും ഈ കേസിൽ ഏറ്റവും അധികം ആരോപണ വിധേയരായി നിൽക്കുന്നത് 2 പേർ, ഈ ഭർത്താവിന്റെ അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ഓർക്കാട്ടേരിയില് ഷപ്ന എന്ന യുവതി ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച സംഭവത്തിലാണ് ഭർത്തൃമാതാവ് നഫീസയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരിപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. കേസിൽ കൂടുതൽ കുടുംബാംഗങ്ങൾക്ക്, ഭർത്താവിന്റെ മറ്റു ബന്ധുക്കൾക്കും പങ്കുണ്ടെന്ന ആരോപണമാണ് യുവതിയുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകും.